വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി നമുക്ക് PHPയിൽ ഈഫ് കണ്ടീഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അതായത് നമുക്കൊരു കോഡ് ബ്ലോക്ക് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഇനി ഇല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. ഞാൻ എൻ്റെ കോഡ് ക്ലിയർ ചെയ്യുന്നുണ്ട്. എൻ്റെ PHP ഫയൽ ഓൾവേസ് റണ്ണിങ് ആണ്. PHP-s അല്ലെങ്കിൽ -s ലോക്കൽ ഹോസ്റ്റ് :9001 ആ ഒരു പോർട്ട് നമ്പറിൽ എൻ്റെ VS കോഡിൻ്റെ ടെർമിനൽ ഓൾറെഡി റണ്ണിങ് ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ റൺ ചെയ്യുകയാണെങ്കിൽ റൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് XAMPP ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ htdocs എന്ന് പറയുന്ന ഫോൾഡറിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും ഇത് റൺ ചെയ്യും. നിങ്ങൾ XAMPPൻ്റെ കൺട്രോൾ പാനൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. ഇനി അതല്ല നിങ്ങൾ വാമ്പ് സെർവറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫോൾഡറിൽ www എന്ന് പറയുന്ന ഫോൾഡറിലാണ് നിങ്ങൾ പ്രോജക്റ്റ് കീപ്പ് ചെയ്യേണ്ടത്. ഇനി അതല്ല നിങ്ങൾ ലിനക്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉബുണ്ടു ലിനക്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലിനക്സിലെ /www എന്ന് പറയുന്ന ഫോൾഡറിലോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള HTML എന്ന് പറയുന്ന ഫോൾഡറിലോ ആണ് പ്ലേസ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമുക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ സ്റ്റുഡൻറ്റിൻ്റെ സ്കോറിനനുസരിച്ച് ഏത് ഗ്രേഡാണ് അച്ചീവ് ചെയ്തതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് എക്കോ ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം. അതിനുള്ളൊരു കോഡാണ് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൊടുക്കാം. വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റുഡൻറ്റ് നെയിം ജോ എന്നാണ് സ്റ്റുഡൻറ്റിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് നമ്മൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഈ സ്റ്റുഡൻറ്റിന് കിട്ടിയ മാർക്ക് എത്രയാണോ മാർക്ക് എന്നുള്ളത് സ്കോർ നമ്മൾ സ്റ്റോർ ചെയ്യാണ്. ഈ സ്റ്റുഡൻറ്റിന് കിട്ടിയ സ്കോർ എന്ന് പറയുന്നത് 85 ആണ്. ഓക്കെ, ആ സ്റ്റോർ ഇവിടെ എനിക്ക് ഈ സ്റ്റുഡൻറ്റിൻ്റെ നെയിം ജോ ആണ്, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റിന് കിട്ടിയ സ്കോർ 85 ആണ്. രണ്ടിനും വേരിയബിൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വേരിയബിൾ ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്, രണ്ടാമത്തെ വേരിയബിൾ ഒരു നമ്പർ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്, ഇൻറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാം. അതായത് ഈ സ്റ്റുഡൻറ്റിന് 90 അല്ലെങ്കിൽ അതിൻ്റെ മേലെയോ ആണ് മാർക്കെങ്കിൽ A ഗ്രേഡ് ആണെന്നുള്ളത് നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഈഫ് കണ്ടീഷൻ ഇടും. ഈഫ് എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടീഷൻ ഇടാൻ പോകുന്നത്. എന്താണ്, നമ്മൾ വേരിയബിൾ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ സ്കോർ ആണ്. അപ്പോൾ ഡോളർ സ്കോർ തന്നെ ഇവിടെ യൂസ് ചെയ്യും. ജസ്റ്റ് സ്കോർ പോരാ, ഡോളർ സ്കോർ കൊടുക്കണം, ഡോളർ മറക്കരുത്. അതിനുശേഷം സ്പേസ് ഇടുക, എന്നിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് 90. അതായത് നമ്മൾ കണ്ടീഷൻ ഇതാണ് പറയുന്നത്, ഈ സ്റ്റുഡൻറ്റിന് കിട്ടിയ സ്കോർ 90 അതിന് മേലെയോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷൻ പോലെ തന്നെ ഈഫ് കണ്ടീഷൻ്റെ ബോഡിക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കേളി ബ്രേസ് ഇടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് എന്താണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ബ്ലോക്കിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമ്മൾ അവിടെ പറയാം എക്കോ എന്താണ് നമ്മൾ സ്റ്റുഡൻറ്റ് നെയിം, അതായത് ഈ സ്റ്റുഡൻറ്റ് നമ്മൾ PHPയിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങോ അല്ലെങ്കിൽ വേരിയബിൾസോ ഒക്കെ അപ്പൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോട്ടാണ്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പ്ലസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, PHPയിൽ ഡോട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം എന്നിട്ട് ഞാൻ സ്ട്രിങ്ങിൽ സ്പേസ് ഇടും, നെയിം കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഇവിടെ ഇട്ടു. ഹാസ് സ്കോർഡ് A ഗ്രേഡ്, ഈ സ്റ്റുഡൻറ്റ് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ കണ്ടീഷൻ ഇവിടെ കഴിഞ്ഞില്ല. അപ്പോൾ ഈ 90 അതിന് കൂടുതലോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വീണ്ടും നമുക്ക് കണ്ടീഷൻ ഉണ്ടാവും. ഒന്നിലധികം കണ്ടീഷൻസ് ഉണ്ടാവില്ലേ. ഒന്നുകിൽ നിങ്ങൾക്ക് വേറെ ഒരു കണ്ടീഷനും ഇല്ല, ആകെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ജസ്റ്റ് എൽസ് ഇടുക, എൽസ് ഇട്ടിട്ട് നമ്മൾ കേളി ബ്രേസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് എൽസ് മാത്രം വരെ, വീണ്ടും കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എൽസ് ഈഫ് കഴിഞ്ഞിട്ട് എൽസ് ഈഫ് അല്ലെങ്കിൽ എന്നിട്ട് ഈ കണ്ടീഷൻ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, 80 അതിന് കൂടുതലോ, അതായത് 90 ആണെങ്കിൽ 90 അതിന് കൂടുതലോ ആണെങ്കിൽ ഈ ബ്ലോക്കിൽ കയറും, പിന്നീട് താഴോട്ടുള്ള അടുത്ത ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യില്ല. പക്ഷേ 90 അതിൽ കയറിയില്ലെങ്കിൽ അടുത്ത ബ്ലോക്കിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ B ഗ്രേഡ് ആണ് വേണ്ടത്. അപ്പോൾ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, 90 അല്ലെങ്കിൽ 100 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 തന്നെയാണല്ലോ. അപ്പോൾ അത് ഓൾറെഡി ഈ ബ്ലോക്ക് ക്യാച്ച് ചെയ്യും. അതായത് 90 അതിന് മേലെയാണെങ്കിൽ ഇവിടുന്ന് ക്യാച്ച് ചെയ്യും, പിന്നെ അടുത്ത ബ്ലോക്കിലേക്ക് പോവില്ല. ഇതിൽ ക്യാച്ച് ചെയ്യാത്തത് മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ 89 വരെയുള്ളത് മാത്രമേ ഈ ഒരു ബ്ലോക്കിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ കേളി ബ്രേസ് ഇട്ടു, എന്നിട്ട് നമുക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം ഈ ബ്ലോക്ക്. എക്കോ ആ വേരിയബിളിൻ്റെ നെയിം ഡോട്ട് എന്നിട്ട് നമുക്ക് അപ്പൻഡ് ചെയ്യേണ്ട സ്ട്രിങ് ഇതാണ് അപ്പൻഡ് ചെയ്യേണ്ടത്.
ആ ഒരു സ്ട്രിങ് സ്പേസ് ഇട്ട് ഹാസ് സ്കോർഡ് ബി ഗ്രേഡ്. ഇനി അടുത്തത് 70% അല്ലെങ്കിൽ സ്കോർ എന്ന് പറയുന്നത് 70 അല്ലെങ്കിൽ അതിന്റെ മുകളിലോ ആണെങ്കിൽ നമുക്ക് സി ഗ്രേഡ് കിട്ടിയെന്ന് പറയണം. അതിന് ഈ ഒരു കണ്ടീഷൻ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് 70 ആക്കുന്നു, ഹാസ് സ്കോർഡ് സി ഗ്രേഡ്. ഇനി ഈ സ്റ്റുഡന്റിന് 70 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡന്റ് ഫെയിൽ ആയി എന്ന് പറയണം. അപ്പൊ അതെങ്ങനെയാണ്? ജസ്റ്റ് എൽസ് കണ്ടീഷൻ ഉണ്ട്. എൽസ് അതായത് 70 താഴെ എത്ര ആണെങ്കിലും സ്റ്റുഡന്റ് ഫെയിൽ ആയി എന്നാണ് പറയേണ്ടത്. ഹാസ് അൺഫോർച്ചുനേറ്റ്ലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൽ ചെക്ക് എന്ന് പറയുന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ ലൈൻ വരും. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഒരു ബൾബിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യേണ്ട ഏതാണോ അത് കാണിക്കും. അപ്പോൾ ഇതാണ് ഒരു കോഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ബ്രൗസറിൽ നോക്കാം. നമ്മളിവിടെ സ്കോർ 85 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 85 കൊടുത്തതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ കയറണം. അതായത് 80-നേക്കാൾ കൂടുതലാണ്, എന്നാൽ 90 എത്തിയിട്ടില്ല. അപ്പോൾ ബി ഗ്രേഡ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ബ്രൗസർ റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തപ്പോൾ ജോ ഹാസ് സ്കോർഡ് ബി ഗ്രേഡ് അവിടെ വന്നിട്ടുണ്ട്, പ്രോപ്പറാണ്. ഇനി ഞാനത് മാറ്റിയിട്ട് 91 ആക്കാണ്. 91 ആക്കുന്ന സമയത്ത് എ ഗ്രേഡ് ആണ് വേണ്ടത് അല്ലേ? റീഫ്രഷ് ചെയ്ത് നോക്കാം. അതെ, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി 70 ആക്കി നോക്കാം. അപ്പോൾ എനിക്ക് 70 ആക്കുമ്പോൾ സി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. ഇനി 69 ആണെങ്കിലോ 70 എത്തിയിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഫെയിൽഡ് ദ എക്സാം. അപ്പോൾ എല്ലാ കോഡും വർക്ക് ആയിട്ടുണ്ട്, എല്ലാ ബ്ലോക്കും വർക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ മാനുവലി നമ്മൾ എല്ലാ ബ്ലോക്കും ടെസ്റ്റ് ചെയ്തു. ഈ നമ്മളെ കോഡ് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോഡ് ബ്ലോക്ക് നമ്മളിപ്പോൾ ഫംഗ്ഷൻ ഒന്നും അല്ലാതെ ഫ്ലാറ്റനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫംഗ്ഷൻ ആക്കി മാറ്റണം. കാരണം നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പേര് ഞാനിവിടെ ഹാർഡ് കോഡ് ചെയ്യുന്നതാണ്, മാർക്ക് ഇവിടെ ഹാർഡ് കോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അത് ഡൈനാമിക് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് നമ്മൾ എടുത്തിട്ട് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് മാറ്റും. ഫംഗ്ഷൻ എന്താണ്? പ്രിൻറ്റ് ഗ്രേഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കോഡ് ബ്ലോക്ക് കൊണ്ടുപോയിടും. അപ്പോൾ ആ സമയത്ത് വേരിയബിൾസ് റെഡ് കാണിക്കും. അതായത് ഈ വേരിയബിൾ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഈ വേരിയബിൾ ഇല്ല, കാരണം ഈ വേരിയബിൾ പുറത്താണ്. നമ്മൾ വേരിയബിൾസിന് ഓരോ വേരിയബിൾസിന് സ്കോപ്പ് ഉണ്ടാവും. അതായത് ഈ ഒരു വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തത് ഔട്ട്സൈഡ് ആണ്. നമ്മൾ ഫംഗ്ഷൻ അല്ലാതെ പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഗ്ലോബൽ സ്കോപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്ലോബൽ സ്കോപ്പ് ആയതുകൊണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഗ്ലോബൽ സ്കോപ്പ് ഉള്ള വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നോർമൽ രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റെഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ റെഡ് വന്നിട്ടുള്ളതൊക്കെ നമ്മൾ ആ ഒരു പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യും. ഇനി അതല്ല ഫംഗ്ഷൻ, നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് നമ്മൾക്കൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കാം. അപ്പോൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നിങ്ങൾ കണ്ടീഷൻ്റെ ഉള്ളിലല്ലാതെ പുറത്ത് നിങ്ങൾ ആ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാം. ഗ്ലോബൽ സ്കോർ കൊടുത്തു, പിന്നെ ഗ്ലോബൽ സ്റ്റുഡൻറ്റ് നെയിം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ പോയി കിട്ടി. പക്ഷെ ഇതല്ല നമ്മൾ ശരിയായ രീതി, ഇതല്ല ഫംഗ്ഷൻ്റെ ഏതൊക്കെയാണ് നമ്മൾ വേരിയബിൾസിൻ്റെ, നമ്മൾ PHPയിലുള്ള വേരിയബിൾസിൻ്റെ സ്കോപ്പാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ്റെ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾസൊക്കെ ഗ്ലോബൽ സ്കോപ്പാണ്. ഗ്ലോബൽ സ്കോപ്പിലുള്ള വേരിയബിൾസ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇനി കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ്റെ നെയിം പാരാന്തസിസ് ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കാം. അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമ്മളിവിടെ എന്താണ് പാസ് ചെയ്യുന്നത് അതാണ് എടുക്കുക. ഞാനിവിടെ 90 എന്ന് പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രൗസർ റീഫ്രഷ് ചെയ്യാണ്. അപ്പോൾ ജോ ഹാസ് സ്കോർഡ് എ ഗ്രേഡ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എൻ്റെ ഗ്ലോബൽ വേരിയബിൾസ് അവിടെ ഇപ്പോൾ ആക്സസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിയായ രീതി എന്ന് പറയുന്നത് ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യണം. അപ്പോൾ സ്കോർ ഞാൻ സെറ്റ് ചെയ്യാണ്. സ്കോർ സ്റ്റുഡൻറ്റ് നെയിം, ഇത് രണ്ടുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പാരാമീറ്റേഴ്സിൻ്റെ നെയിം സ്കോറും പിന്നെ സ്റ്റുഡൻറ്റ് നെയിമാണ്. അത് വേണമെങ്കിൽ അത് മാറ്റാം, നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഇവിടെ കൊടുക്കുന്ന വേരിയബിൾസ് എന്താണ്, പേരെന്താണ്, അതേ പേരാണ് നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിലും യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പുറത്തിവിടെ സ്കോർ എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും മാർക്ക് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന സ്കോറാണ്. ആ സ്കോർ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ആണ്, ഒരു നമ്പറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ നമ്പറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ആ ഒരു വേരിയബിൾ, അതിൻ്റെ നെയിം, ഫംഗ്ഷൻ അതിനെ സ്കോർ എന്ന് പറഞ്ഞ് പേരിടും. നമ്മൾ എന്ത് പാസ് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ വേരിയബിളിൻ്റെ പേര് മാർക്കാണ്. അപ്പോൾ മാർക്ക് എനിക്ക് $മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പാസ് ചെയ്താൽ മതി. പക്ഷെ ഫംഗ്ഷൻ്റെ ഉള്ളിലെത്തുമ്പോൾ അതെന്ത് സ്കോറായിട്ട് മാറും. ഓക്കെ, അടുത്തത് സ്റ്റുഡൻറ്റ് നെയിം.
നമ്മൾ ആ ഫംഗ്ഷന് പാരാമീറ്ററിൽ കൊടുത്ത അതേ പേരിന് നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിൾസിനും കൊടുക്കണം എന്നില്ല. പക്ഷെ ഓർഡർ കറക്റ്റ് ആയിരിക്കണം. മാർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പാസ് ചെയ്യുന്നത് മാർക്ക് ആയിരിക്കണം, രണ്ടാമത് പാസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് നെയിം ആയിരിക്കണം. എങ്ങനെയാണോ നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ കൊടുത്തത് അതേ രീതിയിലായിരിക്കണം ഞാൻ പാസ് ചെയ്യുന്നത്. ഇനി ഞാനിത് ഒരു 60 ആക്കി മാറ്റാണ്. ഞാനിവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ 60ൻ്റെ ബ്ലോക്കിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഫെയിൽഡ് ആണ്, ഈ സ്റ്റുഡൻറ്റ് ഫെയിൽഡ് ആണ്. ഇനി ഈ സ്റ്റുഡൻറ്റ് ഇപ്പോഴും നമ്മളിവിടെ ഹാർഡ് കോഡ് ചെയ്തു, അതിന് പകരം നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ പാസ് ചെയ്യാം. അപ്പോൾ 2 പ്രാവശ്യം ഞാനിവിടെ ഫംഗ്ഷൻ റീയൂസ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കാണ്, 2 സ്റ്റുഡൻറ്റ് വേറെ വേറെ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ജോൺ ഹാസ് അൺഫോർച്ചുനേറ്റ്ലി ഫെയിൽഡ് ദ എക്സാം. അതായത് ഞാൻ 50 ആണ് ജോണിന് പാസ് ചെയ്തത്, ജെറിക്ക് 100 ആണ് പാസ് ചെയ്തത്. അതുകൊണ്ട് ജെറിക്ക് എ ഗ്രേഡ്